എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിപണിയിൽ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില $5000 എന്ന കടമ്പ തകർത്ത് മുന്നേറുകയാണ്. ഇന്ന് ജനുവരി 26, 2026. നമ്മുടെ രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ സ്വർണ്ണ വിപണിയിൽ സംഭവിക്കുന്നത് ആരെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഏറ്റവും പുതിയ കണക്കുകളിലേക്ക് പോകാം. ലൈവ് മിന്റ് അടക്കമുള്ള പ്രമുഖ സാമ്പത്തിക മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5026 മുകളിലെത്തി. വെള്ളിയാഴ്ച $4979 ക്ലോസ് ചെയ്ത സ്വർണമാണ് ഈ ഒറ്റയടിക്ക് 5000 കടന്നത്. ഇതിന്റെ പ്രതിഫലനം നമ്മുടെ നാട്ടിലുമുണ്ട്. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 14,718 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 24 ക്യാരറ്റ് പത്തരമാറ്റ് സ്വർണത്തിന് ഗ്രാമിന് 16,054 രൂപ നൽകണം. അതായത് 1 പവൻ സ്വർണം വാങ്ങാൻ ഇന്ന് 1.25 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ കയ്യിൽ കരുതണം. എന്തുകൊണ്ടാണ് സ്വർണം ഇങ്ങനെ കുതിക്കുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ നികുതികൾ ആഗോള വിപണിയിൽ വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. ഇത് ഡോളറിനെ തളർത്തുകയും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാരണം അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിൽ നടക്കുന്ന തർക്കങ്ങളാണ്. ബാങ്കിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന വാർത്തകൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർത്തു. മൂന്നാമതായി, ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാരിക്കൂട്ടുന്നതും വില വർദ്ധിക്കാൻ കാരണമായി. വെള്ളിയുടെ കാര്യവും സമാനമാണ്. ചരിത്രത്തിൽ ആദ്യമായി വെള്ളി ഔൺസിന് $100 കടന്നു. ഇന്ത്യയിൽ കിലോയ്ക്ക് ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്കടുത്താണ് വെള്ളിയുടെ ഇന്നത്തെ വില. ഇന്ന് റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് നമ്മുടെ MCX വിപണിക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സ് വ്യാപാരം ഇന്ന് നടക്കുന്നില്ല. പക്ഷെ ഇതിനർത്ഥം ജ്വല്ലറികളിൽ വിലമാറ്റമില്ല എന്നല്ല. അന്താരാഷ്ട്ര വിപണിയിലെ ഈ മാറ്റങ്ങൾ നോക്കി കേരളത്തിലെ ജ്വല്ലറികൾ വില പുതുക്കി നിശ്ചയിക്കുന്നുണ്ട്. പലയിടത്തും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഉണ്ടെങ്കിലും സ്വർണത്തിന്റെ അടിസ്ഥാന വില ഉയർന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് സ്വർണ്ണവില ഇനിയും കൂടുമോ എന്നാണ്. വിപണി വിദഗ്ധരുടെ പ്രവചനം അനുസരിച്ച് ഈ വർഷം സ്വർണം $5500 വരെ എത്തിയേക്കാം. ചിലത് $6400 വരെ പോകുമെന്നും കരുതുന്നു. എങ്കിലും വില ഇത്രയും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ലാഭമെടുക്കാൻ നിക്ഷേപകർ ശ്രമിച്ചാൽ വിലയിൽ ചെറിയ കുറവുകൾ ഉണ്ടായേക്കാം. നിങ്ങൾ സ്വർണത്തിൽ പണമിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിപണി കൃത്യമായി നിരീക്ഷിക്കുക. വലിയ തുക നിക്ഷേപിക്കുന്നതിന് മുമ്പ് സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. സ്വർണ്ണ വിപണിയിലെ കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ ഓഹരി വിപണിയിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ വേണം.